ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സമ്മർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മലയാളം മൂവിയാണ് നമ്മുടെ 2026 അതായത് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള വാഴ 2നെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു. വളരെ സന്തോഷവാനായിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ചോറ് പ്രതീക്ഷിച്ച് പോയി മട്ടൻ ബിരിയാണി കിട്ടിയുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതേ തരത്തിലായിരുന്നു പടം കണ്ടിറങ്ങി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീലിംഗ്, ആ ഒരു സന്തോഷം. കാരണം വേറെ ഒന്നല്ല, ഒരു കഠിന അധ്വാനം അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീർ എന്ന് പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും അതിലൂടെ തന്നെ നീങ്ങിപ്പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയായിരിക്കും വാഴ 2. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ പരിചയപ്പെടാം. വാഴയെക്കുറിച്ച് പറയുമ്പോൾ 2024 ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു വിജയം നേടിയതുകൊണ്ട് തന്നെ 2026 സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിരുന്നു. തീർച്ചയായിട്ടും ആ വാഴ 2 തുടങ്ങുന്നത് തന്നെ ഫസ്റ്റ് പാർട്ട് എവിടെ നിന്ന് അവസാനിപ്പിച്ചു അവിടെ തന്നെയാണ് വീണ്ടും കൊണ്ടു തുടങ്ങുന്നതും അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും അവസാനിപ്പിക്കുന്നത്. തന്നെയാണ് പടത്തിലെ ഏറ്റവും ഗുഡ് ക്വാളിറ്റി, നല്ലൊരു ടെയിൽ എൻഡോട് കൂടി ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഇതിനൊരു കാറ്റഗറി അവസാനിപ്പിച്ച തരത്തിലായിരുന്നു ഇതിന് എൻഡിങ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്കതിലോട്ട് തന്നെ പതിയെ വരാം. വാഴയെക്കുറിച്ച് പറയുമ്പോൾ സവിനാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ള വിപിൻ ദാസാണ്, അദ്ദേഹം തന്നെയാണ്. സ്റ്റോറി, തിരക്കഥ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ്. ഹാസ്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിലേസ് താരങ്ങളുള്ള ഒരു ചിത്രം തന്നെയാണ്. അതായത് യൂട്യൂബേഴ്സും ഒരുപാട് ബ്ലോഗർമാർ എല്ലാവരും കൊണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന പ്രത്യേകത വാഴ 2നുണ്ട്. ഏറ്റവും കൂടുതൽ അവരെ തന്നെയാണ് ഇതിൽ പടത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. ഒരു പക്ഷേ ഇത്രയേറെ പുതുമുഖങ്ങളെ കൊണ്ട് മുൻനിർത്തിയിട്ട് പോലും ആ ഒരു തരം പുതുമുഖങ്ങളാണെന്ന് തോന്നാത്ത തരത്തിൽ അവരെന്താണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുള്ളൊരു പവർ തീർച്ചയായിട്ടും പടത്തിലോട് കാണുന്നുണ്ട്. കൂടുതലായിട്ട് പഴിപ്പിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഗംഭീരമായി തന്നെ ഓരോ വ്യക്തികളും ചെയ്തു. കാസ്യം വൈസ് നോക്കുക കഴിഞ്ഞാൽ ആഷിർ, വിനായകൻ, അലൻ, അജിൻ, അതുപോലെ തന്നെ ആമിൻ ആൻഡ് ടീം തുടങ്ങിയ ഒരുപാട് താരങ്ങളുണ്ട്. അതുപോലെ തന്നെ ദേവരാജൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ റീൽസ് തന്നെ ചെയ്യുന്ന ഇടയ്ക്ക് 2 വ്യക്തികളുണ്ട്. അതിലൊരു വ്യക്തി പടത്തിൽ വരുന്നിട്ടുണ്ട്. ഇവരെ കൂടാതെ നമുക്ക് അൽഫോൺ പുത്രൻ, വിജയ് ബാബു, സുധീഷ് തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗായി വരുന്നുണ്ട്. ഒരുപാട് നല്ല താരങ്ങളും ഒരുപാട് നല്ല പാട്ടുകളും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ചിത്രം തന്നെയാണ്. വേദസ് നായരാണ് ഇതിൽ നായികയായിട്ട് വന്നിട്ടുള്ള ഒരു കഥാപാത്രമായി വന്നിട്ടുള്ള. ബാക്കി താരങ്ങളൊക്കെ ഉണ്ട്. അവരുടെ പേരറിയാത്തതുകൊണ്ടാണ് കൂടുതലായിട്ട് എടുത്ത് പറയാത്തത്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണം. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു പേരാണ് സാബിർ ടീം. നമുക്കെല്ലാവർക്കും അറിയാം, റീൽസൊക്കെ കാണുന്ന വ്യക്തികൾക്ക് അറിയാം. അവരുടെ ടീം 2 പേര് പടത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുള്ള ചിത്രം തന്നെയാണ് പ്രത്യേകിച്ചും വാഴ 2നുണ്ട്. അതുകൂടെ തന്നെ നമുക്ക് പുതുമുഖ താരങ്ങൾ എന്നുള്ളൊരു തോന്നലില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഓൺലൈൻ യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികളും ഇതിൽ ഓരോ കഥാപാത്രങ്ങളും അറിയാം. നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വാഴ 2 കാണാൻ ഇറങ്ങുമ്പോൾ, അതായത് ഇതിൻ്റെ പോസ്റ്റർക്ക് മുന്നേ തന്നെ ഇറങ്ങിയിരുന്നു, ഒട്ടും തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു ആറ്റൻ ബോംബാന്നുള്ള തലത്തിലായിരുന്നു വാഴ 2നെ കുറിച്ച് ഞാൻ സമീപിച്ചത്. ഒരു പക്ഷേ ഈ സമീപകാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു ട്രെയിലർ വരെയും ആ ചിന്താഗതി അങ്ങനെ തന്നെയായിരുന്നു. അത് കണ്ടതിന് ശേഷം ഒരുപാട് പ്രതീക്ഷകൾ വാനോളം ഉയർന്നു. എസ്പെഷ്യലി ആ ടൈലൻഡിലുള്ള ഒരുപാട് വരികളൊക്കെ നല്ല രീതിയിൽ തന്നെ ടച്ചിങ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വാഴ 2ലേക്ക് അല്പം പ്രതീക്ഷയുണ്ട്, കണ്ടു കളയാമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതിൽ തിയേറ്ററിലെത്തിയപ്പോൾ ഒരു പോസ്റ്റർ കണ്ടപ്പോഴും വലിയ പ്രതീക്ഷ വീണ്ടും കുറഞ്ഞ പോലെ തോന്നിയിരുന്നു. പക്ഷേ അതെല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെ ഗംഭീരമായി തന്നെയാണ് ആ പടം മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇത് പോസ്റ്ററാണോ കണ്ടത്, പക്ഷേ ആ പോസ്റ്ററിൽ തന്നെ ഒരുപാട് ചിരികൾ ഉണർത്താൻ സാധിച്ചു. അത് മറ്റൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പടത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആട് പോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സ് തന്നെയാണ് വാഴ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ തീർച്ചയായും ഈ വാഴയിലോട്ട് കടക്കുന്ന സമയത്തായിട്ട് പടം നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടുള്ളതാണ്. കുറച്ച് സുഹൃത്തുക്കളുടെ കഥ, അതായത് അവർ +2 കാലഘട്ടം, അക്ഷരൻ്റെ 10th കാലഘട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. തീർച്ചയായും ഇവിടെ അവർ +1 +2 കാലഘട്ടമാണ് പടത്തിൽ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കോമഡീസൊക്കെ പറയുന്നുണ്ട്, സൗഹൃദം കാര്യങ്ങളൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കോമഡീസൊക്കെ ചിലതൊക്കെ വർക്കൗട്ടായി, ചിലതൊക്കെ ചെറിയ രീതിയിൽ തന്നെ ചീറ്റിപ്പോയി. പക്ഷേ നേരെ സെക്കൻഡ് ഹാഫോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലാണ് കുറച്ചും കൂടി പ്രാധാന്യം നൽകുന്നത്. അതായത് ഫാമിലി, അതുപോലെ തന്നെ സിസ്റ്റർ, ബ്രദർ, അതുപോലെ തന്നെ അച്ഛൻ, അമ്മ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതിനാണ് കൂടുതലായിട്ട് വ്യക്തമായി മുന്നോട്ട് പോകുന്നു പടം. അവിടെയാണ് ബിൽഡപ്പായി കയറിയത്. അപ്പോൾ ഇമോഷണൽ ഗംഭീരമായി തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവസാനം ഏകദേശം ഒരു 20 മിനിറ്റ് 30 മിനിറ്റോളം പടം ഭയങ്കര ടച്ചിങ്ങോട് മുന്നോട്ട് പോകുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെയാണ് ഇതിൻ്റെ എൻഡ് പോലും അവസാനിപ്പിച്ചുള്ളത്. എൻഡിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് വ്യക്തികളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഗംഭീരമായി തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്തത്. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി. കാരണം ഈ പടം ഏകാനം ഒരു ഗവസിൽ എങ്ങനെ അവസാനിപ്പിക്കണം എന്ന ചിന്താഗതി കൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു. തീർച്ചയായിട്ടും ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വ്യക്തികൾ കടന്നുവരവ് അവർ ഗംഭീരമായി തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പൊന്നളിയ വേറെ ലെവൽ. അതുകൊണ്ട് തന്നെ വാഴ 2 ഒരു പവർ ഇങ്ങനെ രോമാഞ്ചം നമ്മളിങ്ങനെ
നിൽക്കില്ല. ആ തരത്തിലായിരുന്നു പടം കണ്ടിറങ്ങിയപ്പോൾ അവരെ കാണിച്ചപ്പോഴുള്ള ഒരു സീൻ കിട്ടിയത്. കൈയടിച്ച് പോകുന്ന സീൻസ് ഉണ്ട്, അത് ഗംഭീരമായി തന്നെ ചെയ്തു. അതുപോലെ തന്നെ വാഴയിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ദൃശ്യത്തിലാണ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ നമ്മൾ ലാലേട്ടൻ്റെ പ്രസൻസത്തിൽ ലൂസിഫറിലാണ് ആ സീൻസൊക്കെ ഗംഭീരമായി തന്നെ ചെയ്തു. നല്ലൊരു കാര്യം തന്നെയാണ് ആ ഭാഗങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ഒരുപാട് കോമഡീസൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഴയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വാഴ 2 വരുമ്പോൾ ഒരുപാട് ബെറ്റർ, അതായത് ഒരു 2-3 മടങ്ങെങ്കിലും എത്ര ബെറ്ററാണെന്ന് പറയാൻ സാധിക്കില്ല. അതിനേക്കാൾ ഒരു 100 ഇരട്ടി തന്നെ വാഴ 2 അവർ സമീപിച്ചിട്ടുണ്ട്. കാരണം പല ഭാരങ്ങൾ പോലും മേഖലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മാറ്റങ്ങൾ ഒരുപാട് വാഴ 2 കാണുന്നുണ്ട്. എസ്പെഷ്യലി പടത്തിലോട്ട് നമ്മളിതിൻ്റെ ടൈലൻഡിൽ അല്ലെങ്കിൽ ഇത് ഭാഗത്തൊക്കെയാണ് ഇതിൻ്റെ DOP ഇപ്പോൾ തന്നെ BGM ബാഡ് സ്കോർ ഏതൊക്കെ വേണമെങ്കിൽ പോലും അതെല്ലാം കൃത്യമായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊട്ടും തന്നെ ബോറടിക്കാതെ കണ്ടിരിക്കാം. എസ്പെഷ്യലി വാഴയിലെ മകനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് ഇതിലും പ്രസൻറ്റ് ചെയ്തതിനെ കൂടെ കുറച്ചുകൂടി പുതിയൊരു ലിറിക് കൂടി എഡ് ചെയ്തത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടി ഇമോഷണലി ടച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടൊരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ചോദിക്കുക ആരുടെ പേര് ഏറ്റവും ആദ്യം എടുത്ത് പാടാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു കടമ്പ തന്നെയാണ്. എങ്കിൽ പോലും എസ്പെഷ്യലി ഓരോ കോമഡീസിൻ്റെ കാര്യത്തിൽ നോക്കുക വെച്ചെങ്കിൽ നമ്മുടെ ആഷിറെ പോലെ തന്നെ അലൻ, അജിൻ ഗംഭീരമായി തന്നെ ചെയ്ത്. ഇമോഷണൽ കാര്യം നോക്കുക വിനായകൻ വേറെ ലെവലാണ്. ആ മനുഷ്യൻ നമുക്കെല്ലാവർക്കും അറിയാം ഒരേ സമയം ടെററായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ആ വ്യക്തി തീർച്ചയായിട്ടും ഇമോഷണലി അവസാനത്തെ ഒരു 30 മിനിറ്റ് ആ മനുഷ്യൻ കൊണ്ടുപോയി തന്നെ പറയാൻ സാധിക്കുള്ളൂ. ഗംഭീരമായി തന്നെയാണ് ആ വ്യക്തി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ വാഴയിലുള്ള കഥാപാത്രങ്ങളെല്ലാം ഓരോ സൈഡിൽ കൂടെ കടന്നു പോകുന്നുണ്ടായത്. മക്കളാണെങ്കിലും അതേപോലെ തന്നെ അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിച്ച് പോകുന്നുണ്ട്. ഡയലോഗോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുള്ളൂ. എങ്കിൽ പോലും എന്തൊക്കെയൊരു പ്രസൻസ് അവരെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ജോമോൻ ജ്യോതിനെ കാണിക്കുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഓറ തന്നെയാണ്. കൈയടിച്ച് പോകുന്ന മനുഷ്യനെ കാണിക്കുമ്പോഴുള്ള ആ തരത്തിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓരോരോ വ്യക്തികളും ഞാൻ എടുത്ത് പറയുന്നില്ല, കൂടുതൽ പറയുന്നത് കഴിഞ്ഞാൽ സ്പോയിലറായിപ്പം, അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ ഇപ്പോഴത്തെ അലൻ്റെ സഹോദരിയായി വന്നിട്ടുള്ള ഒരു പെൺകുട്ടി ഗംഭീരമായി തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആഷിൻ്റെ നായികയായി വന്നിട്ടുള്ള കഥാപാത്രം പറഞ്ഞ പോലെ തന്നെ ഭേദ നായറാന്ന് തോന്നുന്നു, ഡൗട്ടുണ്ട്, വലിയ ഉറപ്പില്ല. അപ്പോൾ തിരിച്ചിട്ടും ആ കഥാപാത്രം ചെയ്തിട്ടുള്ള കുട്ടി അതുപോലെ തന്നെ അൽഫോൺ പുത്രൻ ഗംഭീരമായി തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിജയ് ബാബു, പ്രിൻസിപ്പൾ, ടീച്ചർമാർ, അതുപോലെ മാമ്മമാർ, സുധീഷ്, ബിജുകുട്ടൻ എടുത്ത് പറയണം. വേറെ ലെവലായിരുന്നു അങ്ങേരുടെ ഒരു ആക്ടിങ്. പിന്നെ പടത്തിൽ നെഗറ്റീവായി തോന്നുന്ന ഒരു ചെറിയ കാര്യം നോക്കി കഴിഞ്ഞാൽ വാഴയിൽ എന്താ പറയുക ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. അതായത് അച്ഛൻ മക്കൾ ഒരുപോലെ ഏകദേശം സെയിം തോന്നുന്ന കാര്യം വാഴ 2 വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകളുണ്ട്. പക്ഷെ നമുക്കത് മറക്കാം, അത് അത്ര കാര്യമായിട്ട് ചിന്തിക്കേണ്ടതില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. പിന്നെ പാട്ടുകളും ഡയറക്ഷനും റൈറ്റിങ്ങും ആക്ടിങ്ങും എല്ലാം ഓൾവേസ് നോക്കി കഴിഞ്ഞാൽ വാഴ 2 ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം എല്ലാവരോടൊപ്പം തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് വാഴ 2. വാഴ 2 കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഗംഭീരമായി തന്നെ, അതായത് കെമിക്കലൊന്നും ഉപയോഗിക്കാതെ വളരെ നല്ല ജൈവവളം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള നല്ലൊരു ചിത്രം തന്നെയാണ് വാഴ 2. അപ്പോൾ തീർച്ചയായിട്ടും വാഴ 2 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്നെത്തിയുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യായിരിക്കും. ബൈ.